മച്ചാമാരെ, ഞാൻ ആൻഡോ. അപ്പൊ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പൊ നമ്മൾ ഈ ഒരു വർഷത്തെ അനുഭവങ്ങളും അതുപോലെ തന്നെ ഈ ഒരു വർഷം കൂടെ എന്തൊക്കെ നേടി, എന്തൊക്കെ നമുക്ക് നേരിടേണ്ടി വന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടാ. അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയിക്കുക. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായാണ് കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് സന്തോഷം, നിങ്ങൾക്ക് സന്തോഷമായിരിക്കും. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഞാൻ തുടർന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു വർഷത്തെ ജേണി എങ്ങനെയായിരുന്നാണ്. അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ കാരണം, അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ചാനലിൽ ആദ്യം ഇട്ട വീഡിയോയിൽ ഉണ്ടായ അനുഭവങ്ങൾ, അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോകളിൽ എത്ര പേര് കണ്ടു, എത്ര സബ്സ്ക്രൈബർ കയറി, അങ്ങനത്തെ സെറ്റപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ തുടങ്ങാനുണ്ടായ കാരണം എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ വേറെ ഒരു കാരണം കൊണ്ടല്ല തുടങ്ങിയത്. പെട്ടെന്ന് ഒരു സമയത്ത് നോക്കിയപ്പോ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, വീഡിയോസ് ഒക്കെ ഇടുന്നു, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നു, ഫേസ്ബുക്കിൽ ഇടുന്നു. അങ്ങനെയൊക്കെ കണ്ടപ്പോ എനിക്കൊരു ആഗ്രഹം തോന്നി, എന്തായാലും നമുക്കും ഒന്ന് ചാനൽ തുടങ്ങി പരീക്ഷിക്കാന്ന് കരുതി. അതിന് കാരണം എന്ന് കേട്ട് കഴിഞ്ഞാൽ, ചാനൽ തുടങ്ങാൻ താമസിച്ചൊരു കാരണം എന്ന് കേട്ട് കഴിഞ്ഞാൽ, ഒരു സമയം എനിക്ക് തോന്നി നമ്മളെ മുഖം കണ്ടാൽ ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുമോ, അതുപോലെ തന്നെ നമ്മളെ സൗണ്ട് കേട്ട് ആരെങ്കിലും നമ്മളെ വീഡിയോ കേൾക്കുമോ എന്നൊക്കെ ഉള്ള ഒരു പേടി കാരണം, നമ്മളെ മുഖം കാണിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എങ്ങനെയുള്ള എല്ലാം പേടി കാരണം നമ്മൾ ചാനൽ തുടങ്ങാതെയൊക്കെ പിന്നെ തുടങ്ങാം എന്നുള്ള കാര്യത്തിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. പക്ഷെ ഒരു സമയം തോന്നി, ആര് കണ്ടാലും കണ്ടില്ലെങ്കിൽ എന്താ, നമ്മള് ഇഷ്ടം എന്താണോ നമ്മൾ അത് ചെയ്യുക. അങ്ങനെ ഞാൻ നേരെ ഒരു ഇഷ്ടപ്രകാരം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ആദ്യം തുടങ്ങിയത് ഒരു ക്രിസ്ത്യൻ ചാനലാണ് കേട്ടാ. സ്പിരിച്വൽ ഫാമിലി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ചാനലാണ്. അതിലിട്ടോണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ ഇട്ടോണ്ടിരുന്നത്, അതിലിടുന്ന ക്രിസ്ത്യൻ സ്റ്റാറ്റസ്, അതായത് ഓരോ ഫോട്ടോസ് എടുത്തിട്ട് അതിന്റെ കൂടെ തന്നെ ക്രിസ്ത്യൻ പാട്ടുകൾ കയറ്റി അങ്ങനെ എഡിറ്റ് ചെയ്ത് ക്രിസ്ത്യൻ സ്റ്റാറ്റസിന്റെ അതുപോലെ തന്നെ അങ്ങനത്തെ വീഡിയോസ് ഇടുന്ന ഒരു ക്രിസ്ത്യൻ ചാനലായിരുന്നു ആദ്യം എനിക്കുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ആ ചാനലിൽ തുടങ്ങി വീഡിയോസ് കിട്ടുവന്നു. പക്ഷെ പാട്ടിന്റെ കയ്യിൽ കോപ്പിറൈറ്റ് വരും. ഈ കോപ്പിറൈറ്റ് വരുന്ന കാരണം ഞാൻ കരുതി ഇനി എന്തായാലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകണ്ട. അതുപോലെ തന്നെ നമുക്കിപ്പം ഒരു ക്രിസ്ത്യൻ ചാനലാകുമ്പോൾ നമുക്ക് ക്രിസ്ത്യൻ എന്ന രീതിയിൽ നമുക്ക് എല്ലാ ദിവസവും കണ്ടന്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ചാനൽ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ കരുതി എന്തായാലും കണ്ടന്റ് കിട്ടുന്നില്ല. അങ്ങനെ എഴുതുന്ന സമയത്ത് പെട്ടെന്ന് തോന്നി കണ്ടന്റ് മാറ്റി പിടിക്കാം. അങ്ങനെ ആ ചാനൽ എനിക്ക് ഏകദേശം 900 എത്ര സബ്സ്ക്രൈബർ ഉണ്ട്. ആ ചാനൽ എന്റെ ഇപ്പോഴും കിടപ്പുണ്ട്. വീഡിയോസ് ഡിലീറ്റ് ചെയ്തു. ആ ചാനൽ എന്റെ ഇപ്പോഴും കിടപ്പുണ്ട്, ആ ജിമെയിൽ ഐഡി. അപ്പൊ ഞാൻ വീണ്ടും കരുതി എന്തായാലും ഒരു പുതിയ ചാനൽ തുടങ്ങാം. എന്നായത് ഒരു സബ്സ്ക്രൈബർ പോലും ഇല്ലാത്ത ഒരു പുതിയ ചാനൽ ഞാൻ തുടങ്ങാന്ന് കരുതി. അപ്പൊ ഞാൻ അങ്ങനെ വേറെ ഒന്നും അറിയത്തില്ല, എങ്ങനെ തുടങ്ങണം, ഏത് രീതി തുടങ്ങണം. അങ്ങനെ ഓരോ യൂട്യൂബ് വീഡിയോസ് കാണാൻ തുടങ്ങി. അങ്ങനെ ഓരോ യൂട്യൂബ് വീഡിയോസ് കണ്ടപ്പോൾ അവര് പറഞ്ഞു ഇങ്ങനത്തെ ഒരു സെറ്റിംഗ്സ് ഉണ്ട്, നിങ്ങൾ ഗൂഗിളിൽ കയറി സെറ്റപ്പ് ചെയ്യണം. അതുപോലെ തന്നെ YT സ്റ്റുഡിയോ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഓരോ വലിയ യൂട്യൂബേഴ്സ് പറയാൻ തുടങ്ങി. അപ്പൊ നമ്മൾ അത് കേട്ട് അതിന്റെ പ്രകാരം കീവേഡ്സും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ചാനൽ തുടങ്ങി. അങ്ങനെ നമ്മൾ ചാനൽ തുടങ്ങി. അപ്പൊ പിന്നെ ഒന്നും അറിയത്തില്ല, ഏത് ഫോട്ടോ ഇടണം, ഏത് ബാനർ ഇടണം, അതുപോലെ തന്നെ എങ്ങനെ വീഡിയോ ഇടണം, വീഡിയോ ഏത് വഴി ഇടണം, അങ്ങനെ ഒന്നും അറിയത്തില്ല. അങ്ങനെ പിന്നെ വീണ്ടും വീഡിയോസ് കണ്ടു തുടങ്ങി ഓരോ യൂട്യൂബേഴ്സിന്റെ. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനത്തെ രീതിയിൽ കൂടെ വീഡിയോ ഇടുക, വീഡിയോ ഇടുമ്പോൾ സെറ്റിംഗ്സ് ചെയ്യുക, എങ്കിൽ മാത്രമേ വ്യൂസ് കയറത്തുള്ളൂ. പക്ഷെ നമ്മൾ ആ സെറ്റിംഗ്സ് എല്ലാം ചെയ്തിട്ട് പോലും നമ്മളിട്ട് ആദ്യത്തെ വീഡിയോയില് ഒരു വ്യൂസ് പോലും വന്നില്ല. അതായത് ഏകദേശം 2 ദിവസം നോക്കി, ഒരൊറ്റ വ്യൂസ് പോലും ഇല്ല. ഉണ്ടത് ഞാനും അമ്മയുടെ മൊബൈലിൽ നിന്ന് കണ്ട വ്യൂസും 2 വ്യൂസ് മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു വ്യൂസ് പോലും കയറി വരുന്നില്ല, സബ്സ്ക്രൈബർ ഇല്ല, ലൈക്ക് ഇല്ല. ലൈക്ക് എന്ന് പറയുന്നത് ഞാനും അമ്മയുടെ മൊബൈലിൽ നിന്ന് അടിച്ച ലൈക്ക് മാത്രമേ ഉള്ളൂ, കമന്റും അത് മാത്രമേ ഉള്ളൂ. വേറെ ആരും ലൈക്ക് അടിക്കുന്നില്ല, കമന്റ് ഇടുന്നില്ല, സബ്സ്ക്രൈബർ കയറുന്നില്ല. ആകെ ഉള്ളത് 2 സബ്സ്ക്രൈബർ മാത്രമേ ഉള്ളൂ. ഒന്ന് അമ്മേരേന്ന്, ഒന്ന് എന്റെ ജിമെയിൽ ഐഡിയിൽ നിന്ന്, വേറെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടതാണ്. ആകെ 2 സബ്സ്ക്രൈബർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ കരുതി എന്തായാലും വീഡിയോ ഇടണ്ട എന്നുള്ള കാര്യം തോന്നി. കാരണം നമുക്ക് ആദ്യമായിട്ട് വീഡിയോയിൽ വ്യൂസ് ഇല്ല, സബ്സ്ക്രൈബർ കയറുന്നില്ല, ഏത് വീഡിയോ ഇടണമെന്ന് അറിയാതെ ആദ്യമായിട്ട വീഡിയോ എനിക്ക് തോന്നുന്നു. ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ സൈഡിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആദ്യമായിട്ട വീഡിയോ ഏതാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ ആ വീഡിയോ അവിടെ കണ്ണും ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പിന്നെ എഡിറ്റ് ചെയ്തോളാം. അപ്പൊ ഞാൻ ആദ്യമായിട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ വീഡിയോ ഇട്ടു. ആദ്യം വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നീട് ഓരോ ദിവസം കഴിയുന്നതോറും മീൻ പിടിക്കാൻ പോകും. അതുപോലെ തന്നെ വീട്ടിലുള്ള ഓരോ ചെടികളും പൂക്കളും കോഴിയും മീനും അതുപോലെ തന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഓരോ കണ്ടന്റ് ഇട്ട് തുടങ്ങി. അങ്ങനെ ഇട്ട് തുടങ്ങി. പിന്നെ നോക്കിയപ്പോ
ഓരോ വ്യൂസ് കയറി കയറി വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, അപ്പൊ നമ്മളെ വീഡിയോ കാണാൻ ഒരാളെങ്കിലും ഉണ്ട്. നമ്മുടെ വീഡിയോ കണ്ട് ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചോണം നമ്മുടെ വീഡിയോ സെറ്റാണ്, പൊളിയാണെന്ന്. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഒരു വ്യക്തി നമ്മുടെ ചാനലിലോട്ട് വെൽക്കം ചെയ്യും പോലെയാണ്. നമ്മളൊരു വീഡിയോ ഇട്ട് അവരെ വെൽക്കം ചെയ്യുന്നു, അവര് നമ്മുടെ സ്വീകരണം സ്വീകരിച്ച് അവർ കടന്നു വരുന്നു. അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ നമ്മുടെ ചാനൽ തുടങ്ങി ഇന്ന് തന്നെ 2 സബ്സ്ക്രൈബർ വരണമെന്ന് വെച്ചാൽ നോട്ട്, ആരും വരത്തില്ല. പക്ഷേ നമ്മൾ വീഡിയോസ് ഇട്ട് കണ്ടിന്യൂസ് വന്നു കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് വരും. അപ്പൊ ഞാൻ ആദ്യമായിട്ട് വീഡിയോ എന്ന് പറയുന്നത് വലിയ വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. ഏകദേശം ഇപ്പോഴും നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും എത്ര വ്യൂസ് ഉണ്ടെന്ന്. അപ്പൊ കുറച്ച് വ്യൂസ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ നിരാശപ്പെട്ട് ഞാൻ അപ്പോഴും പോയിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും സെറ്റപ്പ് ഒന്നും പറയുന്നില്ല, ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല, അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയെങ്കിലും വന്നിരുന്ന് സംസാരിക്കത്തില്ല. കാരണം ഞാൻ അന്ന് നിർത്തി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബേഴ്സും കാണത്തില്ല, വാച്ചോറും കാണത്തില്ല, ഒന്നും കാണത്തില്ല. ഞാൻ വെച്ച് നിർത്തി പോകേണ്ട അവസ്ഥ വരും. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ തുടങ്ങാൻ കാരണം ഇതാണ്. അതുപോലെ തുടക്കി കഴിഞ്ഞിട്ടും നമ്മുടെ ചാനൽ ഉണ്ടായ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ആദ്യം കിട്ടിയ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. വേറെ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. ആദ്യമായിട്ട് വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഒരു സബ്സ്ക്രൈബേഴ്സ് വന്നില്ല. പിന്നീട് ഇട്ടിട്ട് വന്ന കണ്ടന്റ് അനുസരിച്ചാണ് നമ്മുടെ ചാനലിൽ ഓരോ വ്യൂസും അതുപോലെ തന്നെ അതിനോടൊപ്പം സബ്സ്ക്രൈബേഴ്സ് വന്നത് കേട്ടോ. നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ ചാനലിന്റെ വളർച്ചയാണ് കേട്ടോ. അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ വളർച്ച, ഫേസ്ബുക്കിന്റെ വളർച്ച, അതിനോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബിന്റെ കാര്യം കൂടെ. മെയിനായിട്ട് ഫോക്കസ് പറയുന്ന യൂട്യൂബാണ്. അതിനോടൊപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെയും കൂടെ കാര്യം ഞാൻ പറയാം കേട്ടോ. അപ്പൊ നമ്മുടെ യൂട്യൂബിന്റെ വളർച്ച നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന കണ്ടന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിലുള്ള കാര്യങ്ങൾ, ഫിഷിങ്, അതുപോലെ തന്നെ കോഴി, പൂച്ച, ആന, കോഴി, പൂച്ച, ആനയെന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടാ. നമ്മൾ ആദ്യം ഇടുന്നത് ഏത് കണ്ടന്റാ? വീട്ടിലുള്ള ചെടികള്, അതുപോലെ തന്നെ വീട്ടിൽ വളർത്തുന്ന മീനുകള്, അതുപോലെ തന്നെ മീന് പിടിക്കാൻ പോകുന്ന വീഡിയോസ്, അതുപോലെ തന്നെ എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നെങ്കിൽ അങ്ങനത്തെ വീഡിയോസ്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇട്ടോണ്ടിരുന്നത്. അങ്ങനെ ഇട്ടോണ്ടിരുന്നപ്പോ സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല. അതായത് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരാളെന്ന് പറയുന്നത് വലുതാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഫിഷിങ്ങിന്റെ വീഡിയോസ് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടോണ്ടിരുന്നപ്പോ ഏകദേശം അതിൽ നിന്ന് തന്നെ ഓരോ വീഡിയോസിലും 10, 12, 13, 20, 25 അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കയറി തുടങ്ങി. അപ്പോൾ എനിക്ക് വീണ്ടും ഒരു ധൈര്യം കിട്ടി. അതായത് നമ്മളെ വീഡിയോസ് കണ്ട് വീണ്ടും സബ്സ്ക്രൈബേഴ്സ് വരുന്നല്ലോ എന്നുള്ള നമുക്ക് മനസ്സിലൊരു ധൈര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏത് മതിലായിരുന്നു നമ്മൾ ഇടിച്ചിട്ട് കേട്ടോ. അതായത് നമ്മളിപ്പോ ചാനൽ വളർന്നു വരുന്നതിനിടയ്ക്ക് തന്നെ എന്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെല്ലാം നമ്മൾ ബ്ലോക്ക് ചെയ്ത് മാറ്റി നമ്മൾ കയറി വരാൻ പറ്റും. അതാണ് പറയുന്നത്, നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ട് തളർന്നു പോകാതെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് നമ്മൾ ഒരു ദിവസം നമ്മൾ ക്ലിക്ക് ആവും കേട്ടോ. അങ്ങനെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഒക്കെ ഇട്ടു തുടങ്ങി. ഓരോ ദിവസം കഴിയുന്നതോടും ഞാൻ കണ്ടന്റ് മാറ്റാൻ തുടങ്ങി. അതായത് നമ്മൾ ഓരോ വീഡിയോസ് നമുക്ക് ഇടുമ്പോൾ അറിയാൻ പറ്റും. ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ദിവസം മാത്രം ഇടല്ലേ, ഒരു കണ്ടന്റ് ഏകദേശം ഒരാഴ്ച ഇടുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ആ കണ്ടന്റ് വ്യൂസ് ഉണ്ടോ, ആള് വരുന്നുണ്ടോ. ഇല്ലെങ്കിൽ നേരെ കണ്ടന്റ് മാറ്റും. ആ കണ്ടന്റ് മാറ്റി വേറെ കണ്ടന്റ് ആക്കുമ്പോൾ ചിലപ്പോൾ അതിൽ വ്യൂസ് വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, കുറച്ച് ദിവസം ആ കണ്ടന്റിൽ പോകും. ആ കണ്ടന്റിൽ പോകുമ്പോൾ വീണ്ടും ആ കണ്ടന്റിൽ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും സബ്സ്ക്രൈബേഴ്സ് കയറിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് നമ്മുടെ ചാനൽ ഉണ്ടെങ്കിൽ അവർ നമ്മളെ ഫോളോ ചെയ്യും. പക്ഷെ എനിക്ക് വന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്ന് പറയുന്നത് ഓന്ത് ദഹം മാറുന്നത് പോലെ ഞാൻ മാറും. അതായത് ഒരു സമയം ഒരു കണ്ടന്റ് ഇടും, കുറച്ച് ദിവസം കഴിഞ്ഞ് വേറൊരു കണ്ടന്റ് ഇടും. അതായത് നമ്മളെ ഫോളോ ചെയ്യുന്നവര് തന്നെ മടുക്കുന്ന ഒരു രീതിയാവും. അങ്ങനെയൊക്കെ വീഡിയോസ് ഇട്ട് വന്നു. കുറച്ച് ദിവസം കഴിയുന്നവർ 100ആയി, 200ആയി, 300ആയി, 400ആയി. അങ്ങനെ നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 450, 500 സബ്സ്ക്രൈബേഴ്സ് വരെ നമ്മുടെ ചാനലില് ഞാനിട്ട അല്ലാത്ത വ്ളോഗ്, അതായത് വീട്ടിലുള്ള കാര്യങ്ങളും അങ്ങനത്തെ വ്ളോഗിൽ നിന്ന് കയറി കേട്ടാ. അതുപോലെ തന്നെ ഫേസ്ബുക്ക് നോക്കി കഴിഞ്ഞാൽ ആ സമയത്ത് ഫേസ്ബുക്ക് തുടങ്ങിയിട്ടില്ല. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഫേസ്ബുക്ക് തുടങ്ങിയിട്ടേ ഇല്ല. അതുപോലത്തെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഉണ്ട്, വീട്ടിലുള്ള കാര്യങ്ങൾ ഇതേ പറഞ്ഞ യൂട്യൂബിൽ ഇടുന്ന കണ്ടന്റ് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നു. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് എന്റെ പേഴ്സണലുള്ള ഇൻസ്റ്റാഗ്രാം ആയിരുന്നു, എന്റെ പേഴ്സണലി യൂസിനുള്ളതായിരുന്നു. പക്ഷെ ഞാൻ ആ അക്കൗണ്ടിനെ തന്നെ ഞാൻ വ്ളോഗിങ് അക്കൗണ്ടാക്കി മാറ്റി. ഏകദേശം 400 ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന അക്കൗണ്ട് ഞാൻ കണ്ടന്റ് ഒക്കെ ഇട്ട് വന്നപ്പോൾ 600 ഫോളോവേഴ്സായി. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഗീവ് അവേ വെച്ചു ഒരു ക്രിസ്മസ് സമയത്ത്. എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ തുടങ്ങിയ 2025 ജൂലൈ ആണ്. അപ്പൊ ആ ഡിസംബറിൽ നമ്മൾ ഗീവ് വെച്ചു ഇൻസ്റ്റാഗ്രാമിൽ. ആ ഗീവ് അവേ കണ്ട് ഏകദേശം 400, 500 പേര് ഫോളോ ചെയ്തു. അങ്ങനെ 1200 ഫോളോവേഴ്സ് ആയി ഇൻസ്റ്റാഗ്രാമിൽ. അങ്ങനത്തെ ഞാൻ ഇട്ട് വന്ന വീഡിയോസ് കാരണം, അതായത് തോത്തുള്ള കണ്ടന്റ് ഒന്നും അല്ല, വീട്ടിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോഴി, താറാവ്, ആട്, മീന് അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടും കൊണ്ട് ഫോളോ ചെയ്തതാണ് അത്രയും പേര്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മോശം സമയങ്ങളുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇട്ട് വന്നപ്പോൾ പലരും പറഞ്ഞു, എടാ നീ എന്തിനാടാ വീഡിയോസ് ഇടുന്നത്, വേറെ വല്ല പണിക്ക് പോടാ, എന്തിനാ വെറുതെ നാണം കെടാൻ വേണ്ടി വീഡിയോസ് ഒക്കെ ഇടുന്നതെന്ന് അങ്ങനെയും കുറെ പേര് കേട്ടു. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്ത് നല്ല രീതിയിൽ സെറ്റപ്പ് ആക്കി ഉള്ള പരിശ്രമത്തിൽ, അതായത് നമ്മളെ കൊണ്ട് ഒരു വീഡിയോ എങ്ങനെയൊക്കെ സെറ്റപ്പ് ആക്കാൻ പറ്റുമോ അതേപോലെ സെറ്റപ്പ് ആക്കി നമ്മൾ ഇടുക കേട്ടാ. ആ വീഡിയോ എന്ന് പറയുന്നത് ചിലപ്പോൾ 50 പേര് പോലും കാണത്തില്ല. ആ സമയത്ത് 50 പേര് പോലും കാണത്തില്ല. അങ്ങനെ കലവൻ വിചാരിക്കും അയ്യോ ഒന്നും വേണ്ട, എല്ലാം നിർത്തി പോവാന്നൊക്കെ ചിന്തിക്കും. പക്ഷെ എന്നിരുന്നാലും അതൊക്കെ ഒരു മോശം സമയമായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ ആ മോശം സമയത്തേക്ക് മാറ്റി ഒരു നാൾ ഒരു വിജയം കാണുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ വീണ്ടും അതൊക്കെ മാറ്റി വെച്ചിട്ട് വീണ്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടന്റുകൾ ഇട്ടു തുടങ്ങി. അങ്ങനെ നമ്മുടെ ചാനലിലെ മോശം സമയമൊക്കെ മാറി നല്ല രീതിയിൽ തന്നെ കയറി വന്നു കേട്ടോ. ഈ കയറി വന്നെന്ന് പറയുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് പണിയും കൂടെ കിട്ടി. അത് നമ്മൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവേ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ കണ്ടന്റ് മാറ്റിയതിനെ കുറിച്ച് പറഞ്ഞുതരാം. നമ്മൾ കണ്ടന്റ് എന്ന് പറയുന്നത് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീട്ടിലുള്ള കണ്ടന്റുകളായിരുന്നു. പിന്നീട് ഞാൻ നേരെ മാറ്റി എന്ത് ചെയ്തു, നമ്മുടെ ചാനലില് ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് യൂട്യൂബ് ചാനലില് ഞാൻ എക്സ്പീരിമെന്റ് വീഡിയോ കൊണ്ടുവന്നു. യൂട്യൂബ് ചാനലിൽ എക്സ്പീരിമെന്റ് വീഡിയോ, അതായത് ഇപ്പൊ ഒരു വ്യക്തി ചെയ്യുന്ന ഒരു കണ്ടന്റ് നമുക്ക് എങ്ങനെ അവര് ശരിയായോ, അവര് ചെയ്തിപ്പം ഫേക്ക് അല്ല റിയൽ ആണെന്ന് പറയുന്ന സാധനം നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് റിയൽ ആയിട്ട് വരുമോ എന്നുള്ള രീതിയിൽ ഞാൻ പരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ ചെയ്ത് വന്നപ്പോ എന്റെ അടുത്ത് ഒരു ചേട്ടൻ വെല്ലുവിളിച്ചു, അതായത് നിനക്ക് 100 സബ്സ്ക്രൈബർ ആകുമ്പോൾ നീ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞു. അത് അത്യാവശ്യം എന്നെക്കാട്ടിയും ഒരു 1000 ഫോളോവേഴ്സും കൂടെ കൂടുതലുള്ള ഒരു പുള്ളിക്കാരനാണ്. അപ്പൊ ഞാൻ കരുതി എന്തായാലും വാശിയല്ലേ, അപ്പൊ ഞാൻ കരുതി എന്തായാലും 100 സബ്സ്ക്രൈബേഴ്സിനെ എന്റെ ചാനൽ ഞാൻ വീഡിയോ ഇട്ട് കൊണ്ടുവരും. ഇങ്ങനെ വീഡിയോ ഇട്ട് 100 സബ്സ്ക്രൈബർ ആയപ്പോൾ ഞാൻ ചേട്ടൻ തോന്നുന്നു ചേട്ടാ 100 സബ്സ്ക്രൈബർ ആയെന്ന് തോന്നുന്നു. അപ്പൊ ചേട്ടൻ നീ ഒരു കാര്യം ചെയ്യും, വേറെ കണ്ടന്റ് മാറ്റി പിടിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നേരെ വേറെ കണ്ടന്റ് ആക്കി. അങ്ങനെ ചാനലിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല 100 സബ്സ്ക്രൈബർ ആയി. വീണ്ടും ഞാൻ കണ്ടന്റ് മാറ്റി എക്സ്പെരിമെന്റ് ആക്കി. എക്സ്പെരിമെന്റ് കണ്ടന്റ് ആക്കിയപ്പോൾ ഓരോ സമയത്തും ഒരു വീഡിയോ ഞാൻ ഏകദേശം 100 സബ്സ്ക്രൈബർ 200 സബ്സ്ക്രൈബർ കയറാൻ തുടങ്ങി. അങ്ങനെ കയറി ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്തു, ഒരു ആപ്പിളിന്റെ വീഡിയോ ഇട്ടു. നിങ്ങൾക്ക് ആ സൈഡിൽ കാണാൻ മനസ്സിലാവും. ഞാൻ ആപ്പിളിന്റെ വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇട്ട സമയത്ത് ഏകദേശം ഞാൻ അതിന്റെ കറക്റ്റ് ഹിസ്റ്ററിയും ഇൻസൈറ്റും എല്ലാം ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ കാണിച്ചു. ഇപ്പൊ ലെങ്ത് ആയി പോയി, ഇപ്പൊ തന്നെ ലെങ്ത് ആയി കാണും. അപ്പൊ നമ്മൾ ആ വീഡിയോ, നിങ്ങൾ ഈ കാണുന്ന ഈ വീഡിയോ ഇട്ട സമയത്ത് ഏകദേശം 20,000 പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ആ ഒറ്റ വീഡിയോയിൽ കയറി. അതായത് 45 ലക്ഷം പേര് അങ്ങനെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഏകദേശം 20,000 പ്ലസ് സബ്സ്ക്രൈബേഴ്സ് അതിലൊന്ന് കയറി. അങ്ങനെയാണ് നമ്മളെ ചാനൽ ഇപ്പോൾ കാണുന്ന 24,000 പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഉള്ളത്. അതായത് 4,000 സബ്സ്ക്രൈബേഴ്സ് അല്ലാതെ വന്നതും 20,000 സബ്സ്ക്രൈബേഴ്സ് ഒറ്റ വീഡിയോ കയറി വന്നതാണ് കേട്ടാ. അങ്ങനെയാണ് നമ്മുടെ ചാനൽ ഇപ്പൊ ഇത്ര സബ്സ്ക്രൈബേഴ്സ് വയ്ക്കുന്നത്. എന്നാലും നമ്മുടെ ചാനൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടാണ്, നമ്മൾ ലോങ് വീഡിയോസ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കണ്ടന്റ് നമ്മൾ വീണ്ടും മാറ്റാൻ പോകുന്നുണ്ട്. നമ്മുടെ കണ്ടന്റ് ഇനി ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് ആണ് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരുപാട് വലിയ സ്ഥലമാണ്, ഒരുപാട് വലിയ അക്ഷരങ്ങൾ കൊണ്ടുള്ള ഒരു വാക്കാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാണാനുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പോയി അന്വേഷിച്ച് നല്ല രീതിയിൽ തന്നെ വീഡിയോ സെറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും നമ്മുടെ പുതിയ കണ്ടന്റ് കേട്ടാ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം. നമ്മുടെ ചാനലിലെ ഇപ്പോഴത്തെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 24,895 സബ്സ്ക്രൈബർ വരെ പോയ നമ്മുടെ ചാനൽ ഇപ്പോൾ നിൽക്കുന്നത് 24,781 സബ്സ്ക്രൈബറിലാണ് നമ്മുടെ ചാനൽ ഇപ്പൊ നിൽക്കുന്നത് കേട്ടാ. അതിന് കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ചാനൽ നേരത്തെ ഇട്ടിരുന്ന എക്സ്പെരിമെന്റ് വീഡിയോ കണ്ടിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾ വന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ കണ്ടന്റ് മാറ്റിയ സമയത്ത് എക്സ്പെരിമെന്റ് വീഡിയോ അല്ല ഇപ്പൊ ഇടുന്നത്. അതുകൊണ്ട് എക്സ്പെരിമെന്റ് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തവരെല്ലാം ഇപ്പൊ ജസ്റ്റ് ആയിട്ട് 1-2 പേര് വീതം ഡെയിലി കുറയുന്നുണ്ട്. അതൊന്നും എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. കാരണം നമ്മൾ ഇടുന്ന കണ്ടന്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി. അത് എല്ലാ വീഡിയോയിലും ഇൻസ്റ്റാഗ്രാമിലായിരുന്നാലും ഫേസ്ബുക്കിലായിരുന്നാലും യൂട്യൂബിലായിരുന്നാലും ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ള നമ്മുടെ ചാനലിന്റെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ വാച്ച് ഓവർ 4,000 കംപ്ലീറ്റ് ആവണം. അത് ഏകദേശം 630 സംതിങ് ആയതേ ഉള്ളൂ. സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി, പക്ഷെ വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്താൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടാ. ഒരു ലക്ഷ്യമേ ഉള്ളൂ, അതായത് നമുക്ക് ഈ വരുന്ന വർഷം ഈ 2026 അല്ലെങ്കിൽ 2027 ജൂലൈ ഈ സമയത്ത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് എടുക്കണമെന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ എന്തായാലും നടക്കത്തുള്ളൂ കേട്ടാ. അപ്പൊ ചങ്കളെ ഇത്രയും സമയം എന്നെ ശബ്ദം കേട്ടിരുന്ന അതുപോലെ തന്നെ എന്നെ കണ്ടിരുന്ന നിങ്ങളുടെ അടുത്ത് സ്നേഹം മാത്രമല്ല കേട്ടാ. അതായത് ഇപ്പൊ ഇൻട്രോ എടുക്കാനും ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തിരുന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പായിട്ട് ജലദോഷം എന്ന് പറയുന്ന ഒരു സംഭവം എന്റെ മൂക്ക് എല്ലാം ഒന്ന് അടച്ചു, എല്ലാം റെഡിയാക്കി. അപ്പൊ ഞാൻ അതാണ് ഒരു വല്ലാത്തൊരു കോലത്തിരിക്കുന്നത്. അപ്പൊ എന്റെ ഇത്രയും സമയം എന്റെ ശബ്ദവും എന്നെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി കേട്ടോ. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നമ്മുടെ ചാനലിൽ ഇനി എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ലോങ് വീഡിയോസ് വരും. അതുപോലെ തന്നെ നെക്സ്റ്റ് മന്ത് മുതൽ ട്രാവലിംഗ് വീഡിയോസ് ആയി കിടക്കാച്ചി പൊളി സാധനമായിട്ട് നമ്മൾ വരും കേട്ടോ. അതിനുവേണ്ടി ജസ്റ്റ് ഒരു ഫോൺ എടുക്കാൻ നോക്കുന്നുണ്ട്. എല്ലാം ദൈവത്തിന്റെ ഇതുപോലെ ഇരിക്കും, എന്തായാലും നടക്കട്ടെ. അപ്പൊ നമ്മുടെ ചാനൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം നമ്മുടെ പേജ് ഒന്ന് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇരുന്ന വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിച്ച് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ആയിട്ട് അറിയിക്കാൻ നിങ്ങൾ മറക്കല്ലേ കേട്ടോ.
അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അപ്പൊ നിങ്ങളുടെ എല്ലാരെയും സ്വന്തം ആൻഡ്രൂ വ്ലോഗി ആണെന്നുള്ള ഒരു വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.